ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ആക്ച്വലി ഇത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഓയിലിൻ്റെ പ്രൈസ് $114 പെർ ബാരൽ വരെ പോയിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലിയുള്ള എല്ലാ കാര്യങ്ങളും വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യും. കാരണം ഇന്ത്യ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ 85% ഓഫ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഡെയിലിയുള്ള മറ്റു എല്ലാ കാര്യങ്ങളും വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 23 ഓയിലിൻ്റെ പ്രൈസ് $71 പെർ ബാരലായിരുന്നു. പക്ഷേ അത് മാർച്ച് 9 നോക്കുന്ന സമയത്ത് $116 ആക്ച്വലി ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അതായത് 2 വീക്സിലേക്ക് ഏകദേശം 60% റൈസാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് US ആൻഡ് ഇറാൻ കോൺഫ്ലിക്റ്റ് ആണ്. കാരണം ഈ ഒരു കോൺഫ്ലിക്റ്റ് കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് വഴി പോകുന്ന ഓയിൽ ഷിപ്പിങ്ങിനെയാണ് ഇത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നത്. അതായത് ലോകത്തിലെ ഏകദേശം 20% ഓഫ് ഓയിൽ സപ്ലൈയും ഈ വഴിയാണ് ആക്ച്വലി കടന്നു പോകുന്നത്. സോ ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുക്കിംഗ് ഗ്യാസ് ബിൽസിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും, ഫ്യൂവൽ ബിൽസിനെ എഫക്റ്റ് ചെയ്യും, അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും, ഗ്രോസറി ബിൽസിനെ എഫക്റ്റ് ചെയ്യും. ശരിക്കും ഏതൊക്കെ സെക്ടേഴ്സിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എയർലൈൻ സെക്ടേഴ്സിനെ എഫക്റ്റ് ചെയ്യും, ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനീസിനെ എഫക്റ്റ് ചെയ്യും, പെയിൻറ്റ് ആൻഡ് കെമിക്കൽ കമ്പനീസ്, FMCG കമ്പനീസ്, ഇത്തരം സെക്ടേഴ്സിനൊക്കെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.